നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. എലികരണ്ട ചാക്കിലെ അരി കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടമൺ ഗവൺമെന്റ് LPSൽ രക്ഷിതാക്കൾ ബഹളം വെച്ചു. അരിച്ചാക്കിലും പരിസരത്തും എലിയുടെ വിസർജ്യവും കണ്ടെത്തി. AEOയെ വിളിച്ചുവരുത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി. അധ്യാപകർക്കെതിരെ രക്ഷിതാക്കൾ ഉന്നയിച്ചത് നിരവധി ആരോപണങ്ങൾ. ജില്ലയിലെ കാവുകളുടെ സംരക്ഷണത്തിന് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ കുളം ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ചിതറയിൽ ക്വാറി മാഫിയക്കെതിരെ പ്രതിഷേധമുയർത്തിയ പരിസ്ഥിതി പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രകടനം നടത്തി. വിശദമായ വാർത്തകൾ. എലികരണ്ട ചാക്കിലെ അരി കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടമൺ സർക്കാർ LPSൽ രക്ഷിതാക്കൾ ബഹളം വെച്ചു. അരിച്ചാക്കിലും പരിസരത്തും എലിയുടെ വിസർജ്യം കണ്ടെത്തി. സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് നിരന്തരം വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടിരുന്നു. ഇത് ഉച്ചഭക്ഷണത്തിൽ നിന്നാണെന്ന് സംശയവും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് മാതാപിതാക്കൾ സംഘടിച്ച് സ്കൂളിൽ എത്തിയപ്പോഴാണ് ഓഫീസ് മുറിയുടെ മൂലയിൽ സൂക്ഷിച്ചിരുന്ന എലികരണ്ട അരിച്ചാക്കും വിസർജ്യങ്ങളുടെ കൂമ്പാരവും കണ്ടെത്തിയത്. പ്രകോപിതരായ മാതാപിതാക്കൾ ബഹളം വെച്ചതിനെ തുടർന്ന് പുനലൂർ AEO സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. സംഭവം ഉന്നതാധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് AEO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടമൺ സർക്കാർ LP സ്കൂളിൽ അധ്യാപകരുടെ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രക്ഷിതാക്കളും സംഘടിച്ചു. AEOയെ വിളിച്ചുവരുത്തി ഇവർ സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി. അധ്യാപകർക്കെതിരെ രക്ഷിതാക്കൾ ഉന്നയിച്ചത് നിരവധി ആരോപണങ്ങളാണ്. പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ 7 അധ്യാപകരുടെ തസ്തികയാണ് സ്കൂളിലുള്ളത്. പക്ഷേ പ്രധാനാധ്യാപകൻ ഇല്ല. ബാക്കിയുള്ള 6 പേരിൽ ഒരു ദിവസം 2 അധ്യാപകർ വീതം എത്തും. ഇവർ അടുത്ത ദിവസം വരില്ല. അന്ന് മറ്റു 2 പേരെത്തും. ഇങ്ങനെ ഊഴം വെച്ച് 2 അധ്യാപകർ വീതമാണ് നിത്യവും സ്കൂളിലെത്തുന്നത്. എന്നാൽ എല്ലാ ദിവസവും എല്ലാവരുടെയും ഒപ്പ് രജിസ്റ്ററിൽ ഉണ്ടാവുകയും ചെയ്യും. 1-ാം ക്ലാസ്സിൽ 17ഉം 2-ാം ക്ലാസ്സിൽ 20ഉം 3-ാം ക്ലാസ്സിൽ 21ഉം 4-ാം ക്ലാസ്സിൽ 22ഉം കുട്ടികളുണ്ട്. എല്ലാവർക്കും കൂടി ദിവസേന 2 അധ്യാപകർ ഊഴമിട്ടെത്തുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഇവിടെ പിള്ളേർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഞങ്ങള് എപ്പോ വന്നാലും പിള്ളേർ സ്കൂളിന് പുറത്താണ് പഠിപ്പിക്കുന്നത്. ഇവിടെ 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണെങ്കിൽ മാനസികമായിട്ട് അവർക്കുള്ള നില ശരിയല്ല. പിള്ളേരെ ക്ലാസ്സിൽ പഠിപ്പിക്കത്തുമില്ല, നോക്കത്തുമില്ല. പുറത്തു പോകുന്ന വണ്ടിയുടെ നമ്പർ എടുത്താണ് ആ ടീച്ചറിന്റെ പണി. പിന്നെ ഇവിടെ മറ്റ് ക്ലാസ്സുകളിലായാലും ടീച്ചർമാരെല്ലാം കൂടിയിരിക്കുക, ഓഫീസിൽ കയറിയുന്ന കാര്യം പറയുക, സമയത്ത് ക്ലാസ്സുകളിൽ വരാതിരിക്കുക, 11 മണിക്ക് വരിക, 3 മണിക്ക് പോവുക. ഇപ്പൊ അതാ സ്ഥിതി. കഴിഞ്ഞ വർഷം അതുപോലെ PTA ഞങ്ങൾ അംഗങ്ങളായിരുന്ന നാൾ തൊട്ട് ഞങ്ങൾക്ക് ഈ PTA എന്താണെന്നോ അല്ലെ എന്തിനാ ഇവിടെ വരുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം പുതിയൊരു HM വന്നപ്പോഴാണ് ഇവിടെ ഫണ്ട് പൈസകൾ വരാൻ തുടങ്ങിയപ്പോൾ ഇന്നതിന് പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അതെന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ 10,000 രൂപ വെച്ചും അങ്ങനെ ഫണ്ടുകൾ ഓരോന്ന് ഈ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ പൈസയുടെ കാര്യമൊക്കെ ഞങ്ങൾ ടീച്ചറുമായിട്ട് സംസാരിച്ച് ടീച്ചർ PTA-കാരെ വിളിച്ച് കൂട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റുള്ള അധ്യാപകർക്ക് കൂടെ സീനിയർ അസിസ്റ്റന്റ് ടീച്ചറുണ്ട്, അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. അങ്ങനെ അവര് അതിനെതിരായി ടീച്ചറുമായിട്ട് എതിർത്ത് സംസാരിച്ച് ടീച്ചറുമായിട്ട് ഉടക്കായി. അങ്ങനെ സ്കൂളിലെ രഹസ്യങ്ങളെല്ലാം PTA-കാരെ അറിയിക്കുന്നെന്ന് പറഞ്ഞങ്ങ് വിഷയമാക്കി. അങ്ങനെ അതുപോലെ വർക്ക് ഷീറ്റുകൾ, പിള്ളേരെ വർക്ക് ഷീറ്റുകൾ ചെയ്യിപ്പിക്കണമെന്ന ഇപ്പോഴത്തെ സർക്കാരിന്റെ ഇത് വെച്ച് വർക്ക് ഷീറ്റുകൾ കൊടുത്തുവിടും. അത് ചെയ്താൽ പിള്ളേർ പഠിക്കുന്നത്. ഒരു ദിവസം വർക്ക് ഷീറ്റ് ചെയ്യിക്കാത്തതിന് ആ വർക്ക് ഷീറ്റ് അവിടെ ക്ലാസ്സിൽ 1-ാം ക്ലാസ്സിൽ കൂട്ടിയിടുന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വർക്ക് ഷീറ്റിന്റെ കാര്യം ചോദിച്ച ഉടനെ പറഞ്ഞു ഇത് എന്റെ ക്ലാസ്സിലെ അല്ലാന്നും പറഞ്ഞ് ആ വർക്ക് ഷീറ്റ് എടുത്ത് എന്റെയും ആ മഞ്ജു ചേച്ചന്റെ മുമ്പിലേക്ക് വർക്ക് ഷീറ്റ് എടുത്തെറിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴവിടെ ഉള്ള അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് ഡെസ്കിൽ അടിച്ച് വെച്ച് അത് കഴിഞ്ഞപ്പോൾ എടുത്ത് ബെഞ്ചിൽ അടിച്ച് 3 പ്രാവശ്യം ആ വർക്ക് ഷീറ്റ് എറിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നത് HM-ന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല ഞാൻ ലൈസമ്മ ടീച്ചർ എടുത്തെറിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് HM-നോട് പറഞ്ഞപ്പോഴത്തേക്ക് അവളുമാര് കള്ളികളാ എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് അന്ന് ഇത് പരാതി ഞങ്ങൾ മന്ത്രിക്ക് ഒരു പരാതി അയച്ചെന്ന് അറിഞ്ഞുകൊണ്ട് ആ പരാതിയുടെ പേരും പറഞ്ഞു ഓടി മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ചേച്ചിയെ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും നീ ഇങ്ങനെ അതിനും ഇതിനൊക്കെ നീ ഒപ്പിടാൻ നടന്ന നിന്റെ കാര്യം ഞാൻ പറയുമെന്നും പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ചേച്ചിയെ ഭീഷണിപ്പെടുത്തി. ലക്ഷം വീട്ടിൽ വരെ അവർ പോയി. അന്ന് അത് എങ്ങും വൈകുന്നേരം 5 മണിക്ക് ഇവിടുന്ന് പോകുന്നവർ അന്ന് വിട്ടുടനെ ഓടിയിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് കയറ്റി പെരക്കകത്ത് പോലും ഒരു കയറിയില്ല. അതുപോലെ ചെന്ന് ചേച്ചിയുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞ് ഭർത്താവിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും നീ നിന്റെ കാര്യം പറഞ്ഞു കൊടുത്ത് അവൻ വെള്ളം അടിക്കുന്നവന് നീ അതുപോലെ ക്ലാസ്സിൽ പിള്ളേരുടെ അടുത്ത് ചോദിക്കുക. രക്ഷകർത്താക്കള് അച്ഛന്മാരും മദ്യപിക്കുന്ന അച്ഛന്മാർ ഏതൊക്കെ കുട്ടികൾ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ 3 പ്രാവശ്യമായപ്പോൾ പിള്ളേരത് വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി. അച്ഛന്മാർ മദ്യപിക്കുന്നവരാരാ എഴുന്നേരെന്ന് പറയുന്നത് ടീച്ചർ ഡെയിലി ഇത് തന്നെ പറയുന്നത്. അപ്പൊ പിള്ളേർക്ക് അതൊരു നാണക്കേട്. അവർ വന്ന് വീട്ടിൽ പറഞ്ഞ് നമ്മൾ അത് ചോദിച്ചപ്പോൾ അത് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതാ പറഞ്ഞ ന്യായം. അതുപോലെ ആ ലൈസമ്മ ടീച്ചറിന് ഇവിടെ ജാതി തിരിവ് ഭയങ്കരമാണ്.
അവര് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരുപാട് പേര് PTA അംഗങ്ങളാണ്. അവരുടെ മക്കള് അവരെ ജാതി പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ ഇതിന്ന് പുറത്തോട്ട് ഞങ്ങൾ കമ്മിറ്റി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് HM വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞതിന് ഇവരൊരുത്തി വന്നതിന് ശേഷം കുറവരും പോലെയും ഒന്നും ഇതിനകത്ത് ഇറങ്ങത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അലച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ DDക്കും AEOക്കും എല്ലാം ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ട്. ഒന്ന്, ഇവിടുത്തെ അധ്യാപകരുടെ തമ്മിലടി. രണ്ട്, ശക്തമായ ഒരു PTA ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഉച്ചഭക്ഷണം കൊടുക്കുന്നതും അതുപോലെയാണ്. ഇല്ല പിച്ചക്കാരുടെ മക്കൾക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നതാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും രക്ഷകർത്താവ് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്കില്ല മലയെല്ലാം കൂടെ വാരി കൊടുക്കുന്നതാണ് കൊണ്ട് തട്ടി കൊടുക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധയിൽ സ്കൂളിന്റെ അവസ്ഥ പലതവണ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ സ്കൂളിൽ സംഘടിച്ച രക്ഷിതാക്കളും പ്രദേശവാസികളും AEOയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി. വിശദമായ അന്വേഷണം നടത്തി നിജസ്ഥിതി ഉന്നതാധികൃതരെ അറിയിക്കുമെന്ന് AEO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറയിൽ ക്വാറി മാഫിയക്കെതിരെ പ്രതിഷേധമുയർത്തിയ പരിസ്ഥിതി പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രകടനം നടത്തി. തലവരമ്പിൽ പ്രവർത്തനം തുടങ്ങാനിരുന്ന ക്വാറിക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി രൂപീകരിച്ച് സമരം നടത്തിവരികയാണ്. ഇതിനിടെയാണ് 2 ദിവസം മുൻപ് സമരസമിതി ചെയർമാൻ രാജീവിന്റെ വീട് ആക്രമിച്ചത്. ഇതിനെ തുടർന്ന് പ്രദേശത്തെ ചിലരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പുറത്തിറക്കുകയും കേസ് അന്വേഷിച്ച കടക്കൽ SIയെ സ്ഥലം മാറ്റിയതിലും പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ക്വാറി മാഫിയകൾക്ക് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂട്ടുനിൽക്കുന്നുവെന്നും സംരക്ഷണ സമിതിക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ചിതറ ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ ക്വാറികളുടെയും പ്രവർത്തനം നിർത്തിവെക്കുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. അനധികൃതമായി നടത്തുന്ന മുഴുവൻ ക്വാറികൾക്കെതിരെയും ഈ സംരക്ഷണ സമിതി മുന്നോട്ട് പോവുകയാണ്. ഒരൊറ്റ അനധികൃത ക്വാറികളും ഞങ്ങൾ ഇനി അനുവദിക്കില്ല. ഇത് ഞങ്ങൾ കൃത്യമായി പറയുന്നു. ഇനി ഒരു ഗുണ്ടയെയും വെച്ച് ഞങ്ങളെ പേടിപ്പിക്കരുത്. ഞങ്ങൾ പേടിക്കില്ല. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യും വരെ, അവസാന ശ്വാസം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കാം. ഞങ്ങൾ സർവാത്മന സ്വീകരിക്കും. ഇനിയെങ്കിലും നിങ്ങളുടെ ഒളിച്ചുകളി മാറ്റിവെച്ച് നേരിട്ട് സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം. ഈ ചിതറ പഞ്ചായത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൻപിച്ച പ്രതിഷേധ യോഗം കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരെയും ജനനായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സാധാരണ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനനായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൻപിച്ച പ്രതിഷേധ യോഗം നടത്തുമെന്നും സമരസമിതി ചെയർമാൻ രാജീവ് കിഴക്കുംഭാഗം, PK ശശാങ്കൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരത്തെ പ്രമുഖ ബാർ ഹോട്ടലിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിദേശ മദ്യ വ്യാപാരശാലകളിൽ പരിശോധനകൾ നടന്നുവരികയാണ്. വിദേശ മദ്യത്തിനൊപ്പം വ്യാജമദ്യം വിൽപ്പന നടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനാണ് പരിശോധന. ഇതിന്റെ ഭാഗമായാണ് പത്തനാപുരം പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാർ ഹോട്ടലിലും ലഹരി വിരുദ്ധ സ്ക്വാഡ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്തെ ചില ബാറുകളിൽ വ്യാജമദ്യ വിൽപ്പന നടത്തുന്നതായും അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരിക്കുന്നതായും വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നാണ് സൂചന. കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ P. ബാബുക്കുട്ടൻ, അസിസ്റ്റന്റ് കമ്മീഷണർ P. അനിൽകുമാർ, ലഹരി വിരുദ്ധ സ്ക്വാഡ് കമ്മീഷണർ PG സാനു എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തുപുഴ കല്ലുവട്ടാൻകുഴിയിൽ തോട് കയ്യേറി സ്വകാര്യ വ്യക്തി വീട് നിർമ്മിക്കുന്നതായി നാട്ടുകാരുടെ പരാതി. ഇത് സംബന്ധിച്ച് നാട്ടുകാർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴിയിലാണ് സ്വകാര്യ വ്യക്തി തോട് കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി പരാതി ഉയരുന്നത്. തോട്ടിൽ വെള്ളമില്ലാത്ത സമയത്ത് ഇവിടെ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് സ്വകാര്യ വ്യക്തി വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗം നിർമ്മിച്ചിരുന്നു. കൂടാതെ കാർ പോർച്ച് നിർമ്മിക്കുന്നതിനായി വീണ്ടും തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംഭവം വിവരിച്ച് നാട്ടുകാർ ജില്ലാ കളക്ടർക്കും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. തോട് കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ജില്ലയിലെ കാവുകളുടെ സംരക്ഷണത്തിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ. ഇടമൺ ആയിരവല്ലി ക്ഷേത്രക്കാവ് നശിക്കുന്നുവെന്ന വാർത്തയെ തുടർന്ന് കാവ് സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ആയിരവല്ലി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കാവ് റെയിൽവേയുടെ അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണത്തെ തുടർന്നാണ് നാശത്തിലേക്ക് നീങ്ങിയത്. ഇത് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് C. സഞ്ജയ് ഖാനും ബ്ലോക്ക് മെമ്പർ അശോക് കുമാറും ചേർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാവ് സന്ദർശിക്കാൻ നേരിട്ടെത്തിയത്.
റെയിൽവേ നിർമ്മിച്ച കലുങ്ക് ഉയരത്തിനായതിനാൽ കാവിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ കെട്ടിനിൽക്കുകയാണ്. കലുങ്ക് വഴി ഈ വെള്ളം പുറത്തേക്ക് ഒഴുകാനും സാധിക്കാത്ത അവസ്ഥയുണ്ട്. 155 പരം ഔഷധ സസ്യങ്ങളുള്ള കാവ് വനം വകുപ്പിന്റെ സഹായത്തോടെ വേലി കെട്ടിത്തിരിക്കാനും ഔഷധ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പേരെഴുതി പ്രദർശിപ്പിക്കാനും കാവിലുള്ള കുളത്തെ സ്വാഭാവികമായി തന്നെ നവീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് എസ് ജയമോഹൻ പറഞ്ഞു. കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളെ കാവ് സന്ദർശിക്കാനും വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കാനും അവസരമൊരുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. എത്ര കാവുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് ശേഖരിക്കുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടമായി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിലെ ആകെ നമ്മൾ നോക്കിയപ്പോൾ ഏകദേശമായി നമ്മുടെ മുമ്പിൽ വന്ന ഒരു കണക്ക് അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു 1500 കാവുകൾ ഏറ്റവും കുറഞ്ഞിട്ടുണ്ട്. ആ കാവുകളെല്ലാം കൂടി നിൽക്കുന്ന സ്ഥലമെടുത്താൽ 500 ഏക്കർ സ്ഥലത്ത് ഈ കാവുകളെല്ലാം കൂടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കാവുകളുടെ തന്നെ ചരിത്രം പുതിയ തലമുറയിൽപ്പെട്ട അവരെ തന്നെ പഠിപ്പിക്കുകയും കാവുകൾ സംരക്ഷിക്കേണ്ടതാണെന്ന ഒരു ബോധത്തിലേക്ക് സമൂഹത്തെ നമുക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്കൂളുകൾ അടുത്തുള്ളിടത്ത് സ്കൂളുകളുമായി ചേർന്ന് തന്നെ നമ്മൾ കാവുകൾ സംരക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ അടുത്ത് സ്കൂളുകളായിട്ട് പോകുന്നുണ്ട്. ആ സ്കൂളിലെ കുട്ടികളെ തന്നെ എക്കോ ക്ലബ് എന്നൊക്കെ പറഞ്ഞ സ്കൂളിലുണ്ട്. അവരെ തന്നെ ഈ കാവിൻ്റെ സംരക്ഷണം ഇതിലൊരു പങ്ക് നമ്മൾ എത്തിക്കുന്നു. റെയിൽവേയുടെ അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി സഞ്ജയ് ഖാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി അശോക് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ്, ക്ഷേത്രം സമിതി പ്രസിഡന്റ് വി ദിലീപ്, സെക്രട്ടറി ഉദയകുമാർ തേവർക്കുന്ന, CPM ഏരിയ കമ്മിറ്റി അംഗം ടി ചന്ദ്രാനന്ദൻ, CPI ലോക്കൽ കമ്മിറ്റി അംഗം N കോമളകുമാർ, ബാഹുലയൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ കുളം ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് തള്ളിയതിനെ തുടർന്ന് ക്ഷേത്രോപദേശക സമിതി കോടതിയെ സമീപിക്കുകയായിരുന്നു. പുന്നല കറവൂർ റോഡിന്റെ വശത്തായി 4 വർഷം മുൻപ് 30 സെന്റ് സ്ഥലം ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് വാങ്ങിയത്. ഇവിടെ ഭക്തജന സഹായത്തോടെ കുളവും നിർമ്മിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തി ക്ഷേത്രകുളം സംരക്ഷിക്കാൻ കഴിയാതെ വന്നതോടെ ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് ക്ഷേത്രോപദേശക സമിതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം ദേവസ്വം ബോർഡ് നിരാകരിച്ചതോടെ ക്ഷേത്രോപദേശക സമിതി നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഉത്സവത്തിന്റെ ആറാട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്ന ക്ഷേത്രകുളം ഏറ്റെടുക്കാൻ നിർദ്ദേശമുണ്ടാകണമെന്ന് ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ബിജു തുണ്ടിൽ ദേവസ്വം ഓംബുഡ്സ്മാനും ഹൈക്കോടതിയിലും ഹർജി നൽകി. ഇതേ തുടർന്നാണ് കുളം ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. 2 മാസത്തിനകം ക്ഷേത്രകുളം ഏറ്റെടുത്ത് നവീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ അന്തരിച്ചിട്ട് 4 വർഷം. ലൈവ് വാർത്ത തയ്യാറാക്കിയ പ്രത്യേക അനുസ്മരണം. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നിത്യവസന്തം സമ്മാനിച്ച 80കളുടെ സംഭാവനയാണ് MG രാധാകൃഷ്ണൻ. മലയാളി മറക്കാത്ത പാട്ടുകളിൽ പലതിനും ഈണമിട്ടത് ഈ കൈകളാണ്. 1978 പുറത്തിറങ്ങിയ അരവിന്ദന്റെ തമ്പ് മുതൽ 2005 പുറത്തിറങ്ങിയ സന്തോഷ് ശിവന്റെ അനന്തഭദ്രം വരെ ഇതിൽപ്പെടും. ആയിരത്തി 1979 പുറത്തുവന്ന ഭരതന്റെ തകരയിലെ ഈ ഗാനം അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതിയിലേക്കാണ് മലയാളിയെ എടുത്തുയർത്തിയത്. 1980 പുറത്തിറങ്ങിയ ഭരതന്റെ തന്നെ ചാമരം ചരിത്രമായി. ആയിരത്തി 1982 പുറത്തുവന്ന പി ചന്ദ്രകുമാറിന്റെ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ സത്യനന്ദിക്കാടിന്റെ രചനയിൽ MG രാധാകൃഷ്ണൻ ഈണമിട്ട ഓ മൃദുലേ എന്ന ഗാനം മലയാളിയുടെ മനസ്സിലെ MG രാധാകൃഷ്ണന്റെ കയ്യൊപ്പായി. പിന്നീട് നവംബറിന്റെ നഷ്ടം, രാഘോയിലിൻ രാഗസദസ്സിൽ, ജാലകം, അദ്വൈതം, മണിച്ചിത്രത്താഴ്, മിഥുനം, ദേവാസുരം, കാശ്മീരം, അച്ഛനെയാണ് എനിക്കിഷ്ടം, കാറ്റുവെന്ന് വിളിച്ചപ്പോൾ തുടങ്ങിയ ചിത്രങ്ങളിലേതടക്കം നിരവധി ഹിറ്റ് ഗാനങ്ങൾ MG രാധാകൃഷ്ണൻ മരണമില്ലാതെ പാടുകയാണ്. കണ്ടിലൊരു മൈന പാടി
തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. ഇതിഹാസമായി മാറിയ KS ചിത്ര, ബി അരുന്ധതി എന്നിവരെ ചലച്ചിത്ര പിന്നണി ഗായകരാക്കിയതിന്റെ ക്രെഡിറ്റും MG രാധാകൃഷ്ണനാണ്. 1978 മുതൽ 2010 വരെ മൊത്തം 83 സിനിമകൾ, 333 ഗാനങ്ങൾ. മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ പല്ലവിയാണ് MG രാധാകൃഷ്ണൻ. 1940 ഹരിപ്പാടാണ് ജനനം. സംഗീതജ്ഞനായ അച്ഛൻ മലബാർ ഗോപാലൻ നായരുടെയും ഹരികഥാകാരി അമ്മ കമലാക്ഷി അമ്മയുടെയും കലാപാരമ്പര്യം പിന്തുടർന്ന് മലയാളത്തിന്റെ ഭാഗമായ MG രാധാകൃഷ്ണൻ 1962 മുതൽ ആകാശവാണിയിൽ സംഗീത സംവിധായകനായിരുന്നു. ഇക്കാലത്ത് ഇദ്ദേഹം ഒരുക്കിയ ലളിതഗാനങ്ങൾ ഇന്നും നാം പാടുന്നു. ഈ ഓടക്കുഴൽ വിളി നിലയ്ക്കുന്നില്ല, ആസ്വാദകർക്കിടയിൽ ചൈതന്യത്തോടെ തുടരുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. BGM സ്കൂളിൽ നടന്ന പരിപാടി കുളത്തൂപ്പുഴ SI സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച കുളത്തൂപ്പുഴ BMG ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. സ്കൂൾ പ്രഥമാധ്യാപകൻ സണ്ണി ശാമുവേലിന്റെ അധ്യക്ഷതയിൽ കുളത്തൂപ്പുഴ SI സുധീഷ് കുമാർ ലഹരി വിരുദ്ധ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്രിയാത്മകമായ ബോധവൽക്കരണ പരിപാടികൾ അനിവാര്യമാണെന്ന് SI സുധീഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു കോർപ്പറേഷൻ ആണെന്ന് പറയുന്നത് ബിവറേജസ് കോർപ്പറേഷൻ. അവിടെ ജോലിക്ക് പോകാൻ ആൾക്കാർ എന്തോ ഒരു അടിയെന്നറിയാം. ജോലിക്ക് പോകാൻ അടിയാണ്, പക്ഷെ ഏറ്റവും മര്യാദയോടെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പാവപ്പെട്ട അമ്മമാർ തൊഴിലുറപ്പത്തേക്ക് പോയി കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ അച്ഛന്മാരെന്ത് ചെയ്യും? അച്ഛന്മാരും ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യും? വളരെ സമാധാനമായി അവിടെ പോയി ക്യൂ നിൽക്കും. ബിവറേജിൽ പോയി ക്യൂ നിൽക്കും. പോലീസിന് അങ്ങോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. അത്രയ്ക്ക് ശാന്തി സമാധാനമാണ് ഉള്ളത് ബിവറേജില് ഉള്ളത്. പിന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന പ്രചാരം, മാധ്യമങ്ങളായാലും കുറ്റം പറയല്ല എങ്കിലും പറയാം, മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന പ്രചാരം എങ്ങനെയുള്ള പ്രചാരമാണ്? ഓണമോ ക്രിസ്മസും ഒക്കെ ആകുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് എന്താണ്? 100 കോടി വിറ്റുവരവ്, മുൻവർഷത്തേക്കാൾ ബിവറേജിന് ഇത്ര ശതമാനം വിറ്റുവരവുണ്ട്. ഈ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ് കഴിഞ്ഞ കേരളത്തിലെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടി. അടുത്തതാണ് കരുനാഗപ്പള്ളി. പിറ്റേ ദിവസം കരുനാഗപ്പള്ളി ഓണത്തിന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ചാലക്കുടിയെ അപേക്ഷിച്ച് കരുനാഗപ്പള്ളി എന്ത് ചെയ്യുന്നു? 1 കോടി വിറ്റുവരവിൽ മുന്നേറിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ലോട്ടറി വിറ്റു എന്ന് പറഞ്ഞിട്ടിരിക്കും. അങ്ങനെ 3 ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ മാറി പറഞ്ഞ് അവസാനം ടോട്ടൽ കണക്കെടുക്കുമ്പോൾ ഏതെങ്കിലും അവർക്ക് ഫിക്സ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ചാലക്കുടി പറഞ്ഞ ഞങ്ങൾ അടുത്ത ക്രിസ്മസിന് കാണിച്ചു തരാം, അച്ഛന്മാർ ഇഷ്ടം പ്രസാരമല്ലേ, ക്രിസ്മസിന് കാണിച്ചു തരാന്ന് പറയും. ക്രിസ്മസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഓണത്തിന്റെ കരുനാഗപ്പള്ളിയുടെ വിറ്റുവരവെല്ലാം മറികടന്നുകൊണ്ട് എന്ത് ചെയ്യും? ചാലക്കുടി മുന്നേറും. ഇതെല്ലാം പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്യും? വളരെ വ്യാപകമായിട്ട് പ്രചരിക്കും. ഇതൊക്കെ എന്താണ്? സമൂഹത്തില് ഇതൊന്നും വലിയ അന്തസ്സില്ലാത്ത, അതായത് അന്തസ് ഉള്ള ഒരു മാർഗമാണ് അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു ശീലമാണ് എന്ന് വരുത്തിത്തീർക്കാൻ വേണ്ടി മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെയൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് നയിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജസ്റ്റിൻ ഫിലിപ്പ്, PTA ഭാരവാഹി കോശി തോമസ്, വിദ്യാർത്ഥി പ്രതിനിധി സജന ബേബി, അരുൺ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തെന്മല പരപ്പാർ ഡാം പവർ ഹൌസിൽ 4 നാൾ നിർത്തിവെച്ച വൈദ്യുതി ഉൽപാദനം പുനഃസ്ഥാപിച്ചു. സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ മുന്നറിയിപ്പില്ലാതെ ഉൽപാദനം നിർത്തിവെക്കുന്നത് വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്.
സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുകയും കാലവർഷം വൈകിയതിനെ തുടർന്ന് വൈദ്യുതി ഉൽപാദനം കുറയുകയും ചെയ്ത സമയത്താണ് പതിവ് തെറ്റിച്ചുള്ള അധികൃതരുടെ നീക്കം. കാലവർഷം ശക്തി പ്രാപിക്കാനിരിക്കെ വൈദ്യുതി ഉൽപാദനം ത്വരിതപ്പെടുത്താനും ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും ശ്രമിക്കാതെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു അധികൃതർ. നിലവിൽ ഡാമിന്റെ ജലനിരപ്പ് 92.24 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇത് 99.75 മീറ്റർ ആയിരുന്നു. വർഷങ്ങളായി പവർ ഹൌസിലെ ഒരു ജനറേറ്റർ തകരാറിലുമാണ്. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി ഡാമിന്റെ ഷട്ടറിന് കീഴിലുള്ള ടൈൽ റൈസ് പോണ്ടും വറ്റിച്ചിട്ടുണ്ട്. ടർബൻ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഉൽപാദനം നിർത്തിവെച്ചതെന്നാണ് KIP വൃത്തങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ അധികൃതരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെതിരെ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾ ബോർഡിന് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒന്നിനും പ്രയോജനമുണ്ടായിട്ടില്ല. വൈദ്യുതി ബോർഡിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. തിരുവനന്തപുരം ചെങ്കോട്ട പാതയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മടത്തറയിൽ റോഡ് ഉപരോധിച്ചു. റോഡിൽ പ്രതീകാത്മകമായി കടലാസ് വഞ്ചികൾ ഒഴുക്കിയും വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ടുമാണ് സമരക്കാർ പ്രതിഷേധിച്ചത്. മടത്തറ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡിൽ വാഴ നട്ടും വെള്ളക്കെട്ടിൽ കടലാസ് വഞ്ചി ഒഴുക്കിയും ചൂണ്ടയിട്ടുമാണ് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൂടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പാലോട് സെക്ഷനും പുനലൂർ സെക്ഷനും റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കിയിട്ടും ചല്യമുക്ക് മുതൽ അരിപ്പൽ വരെയുള്ള ചടയമംഗലം ഡിവിഷനിലെ ഭാഗങ്ങളിൽ ഇനിയും അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാര മേഖലകളായ പൊന്മുടി, തെന്മല, പാലരുവി, കുറ്റാലം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരും ആശ്രയിക്കുന്ന പാതയാണിത്. നിത്യവും നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുകയും തകരാറിലാവുകയും ചെയ്യുന്നുണ്ട്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. സമരത്തെ തുടർന്ന് 1 മണിക്കൂറോളം പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ ഫോണിൽ ബന്ധപ്പെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ വിശദീകരിച്ചു. ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധ സമരം പിൻവലിച്ചു. എന്നാൽ ഉടൻ നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇവിടെ മനുഷ്യർക്ക് യഥാസമയം വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന, നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കേണ്ട നമ്മുടെ ഭരണാധികാരികൾ ഇതിന് യാതൊരുവിധമായിട്ടുള്ള പരിഗണനയും നൽകാതിരിക്കുകയാണ്. അങ്ങനെ മര്യാദകെട്ട ഒരു സമീപനം ഈ പ്രദേശത്തോട് നിങ്ങൾക്കറിയാം. പാലോട് മുതൽ എക്സ് സർവീസൻ കോളനി വരെയുള്ള തിരുവനന്തപുരം ജില്ലയുടെ ഡിവിഷൻ ഭാഗം, അതുപോലെ തന്നെ അരിപ്പ മുതൽ കോഴിക്കോട് വരെയുള്ള പുനലൂർ ഡിവിഷന്റെ ഭാഗം, ഈ പ്രദേശങ്ങളെല്ലാം നന്നായി റോഡ് വൃത്തിയാക്കുവാനും സഞ്ചാരയോഗ്യമാക്കുവാനും അവിടുത്തെ PWDയുടെ ഓഫീസർമാർ തയ്യാറായിട്ടുണ്ടോ എങ്കിൽ ഈ മടത്തറ പ്രദേശത്തെ PWDയുടെ ചുമതല വഹിക്കുന്ന ചടയമംഗലത്തെ ഓഫീസർമാർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഞങ്ങളെ ഒരു സമരത്തിലേക്ക്, ഇവിടുത്തെ ചെറുപ്പക്കാരെ ഒരു സമരരംഗത്തേക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ തള്ളിവിടുകയാണ്. വരും ദിവസങ്ങളിൽ PWDയുടെ ചടയമംഗലത്തെ ഓഫീസടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ തയ്യാറാകും. ആ സമരത്തിൽ പങ്കുചേരാൻ ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരും ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഡിവൈഎഫ്ഐ മടത്തറ മേഖലാ കമ്മിറ്റി സെക്രട്ടറി ജയ്സിംഗ്, പ്രസിഡന്റ് രാജൻ, CPM കടക്കൽ ഏരിയ കമ്മിറ്റി അംഗം J. ബിജു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തെന്മലയിൽ 2 വാഹനാപകടങ്ങളിലായി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെന്മല ഇരപ്പിൻചാലിന് സമീപം ദേശീയപാതയിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ സിമന്റ് ടൈലുകൾ പാകിയിരിക്കുന്ന ഭാഗത്ത് വഴുക്കലുണ്ടായതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഇവിടെ അപകടങ്ങൾ പതിവായതിനാൽ നേരത്തെ ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചിരുന്നു. റോഡിൽ ടൈലുകൾ പാകിയ ഭാഗത്ത് ഇടവിട്ട് കോൺക്രീറ്റ് ചെയ്ത് പരുക്കനാക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇതിന് കാലതാമസം വരുമെന്നാണ് സൂചന. എന്നാൽ റോഡരികിൽ താമസിക്കുന്ന പ്രദേശവാസികൾ സംഭവത്തിൽ രോഷാകുലരാണ്. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഈ വണ്ടി ഇത്ര അപകടം നടന്നിട്ട് ഹൈവേക്കാരൊരു ശ്രദ്ധ പതിക്കാത്ത എന്താണെന്ന് വെച്ചപ്പോൾ ഇതേപോലെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വണ്ടിക്ക് സീറ്റിനടിയിലിരുന്ന് പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ചേർന്ന് കമ്പി കൊണ്ട് കുത്തി ഇളക്കി അവരെ ഹൈവേ വണ്ടിക്കകത്ത് തന്നെ കയറ്റി വിട്ട് ഇവിടെ നിരന്തരം അപകടം നടക്കുന്നു. ഇന്നലെ ഒരു തന്നെ തോളൊടിഞ്ഞ് ബൈക്കിൽ വന്നതിന്റെ ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേന് തൂക്കി അടിക്കുമായി കട്ടയ്ക്കകത്തുനിന്ന്. കട്ട ഇവിടെ ഇട്ടേക്കുന്ന അപകടമാണെന്ന് പറഞ്ഞു. ഇവിടെ ലൈറ്റ് കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. ലൈറ്റ് കൊണ്ടുവച്ചില്ല. ചെറിയ ബോർഡ് കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. ചെറിയൊരു ബോർഡ് ഇച്ചിരി ഉള്ളത് ഇവിടെ കൊണ്ടുവച്ചു. മനുഷ്യന് നടന്നു വന്നവർക്ക് വായിക്കത്തക്ക രീതിയിൽ ഈ വരുന്ന വണ്ടിക്കാർക്ക് സ്ലോ വരണമെന്നുള്ള അറിയത്തേ ഇല്ല. ഇങ്ങനെ എത്രയും സംഭവം അവിടെ നടന്നിരിക്കുന്നത്. പഞ്ചായത്തിൽ പോയി ബൾബ് വരണം ഇവിടെ രാത്രി വീഴുന്നവരെ എടുക്കാൻ ഒരു വെട്ടം കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാട്ടുകാരുടെ പിരിവെടുത്ത് ബൾബ് ഇടാൻ പറഞ്ഞു. വില്ലേജ് ഓഫീസറും തഹസിൽദാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, AE എല്ലാവരും ഉണ്ടായിരുന്നു.
ചെയർപേഴ്സൺ ഇരിക്കാൻ പ്രസിഡന്റ് ഇരിക്കാൻ ഞാൻ പോയി പറഞ്ഞൊരു പരാതി. അന്നേരം അവർ പറഞ്ഞേക്കുന്ന ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ബൾബിടാറുണ്ട്. ഈ അപകട മേലെ ബൾബിടാൻ പറഞ്ഞപ്പോൾ ഇടത്തില്ലെന്നാണ് പറയുന്നത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തെന്മല ഡാം റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അരമണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മലയാളം ഭരണഭാഷാ വർഷാചരണ പരിപാടി സമാപിച്ചു. കൊട്ടാരക്കരയിലെ വൈദ്യുതി ഭവനിൽ വിവിധ ചടങ്ങുകളോടെയായിരുന്നു പരിപാടി. കൊട്ടാരക്കര വൈദ്യുതി ഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് KCB ഉൽപാദന വിതരണ വിഭാഗം ഡയറക്ടർ M. മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചു മാത്രമാണ് ഈ വർഷം ഡാമുകളിൽ ജലലഭ്യതയുണ്ടായത്. എന്നാൽ കൂടുതൽ ജലം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകൂവെന്നും M. മുഹമ്മദ് അലി റാവുത്തർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ സമയം ഏതാണ്ട് 38% വെള്ളം നമ്മുടെയൊക്കെ റിസർവറുകളിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ വർഷം ഈ സമയം നമുക്ക് കേവലം അതിന്റെ പകുതി, ഏകദേശം 15% വെള്ളം മാത്രമേ ഉള്ളൂ. ഈ മഴ ഇങ്ങനെ പെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വർഷത്തെ സ്ഥിതി, കാരണം അത് പറയാൻ കാരണം ഈ തുലാവർഷം വളരെ മോശമായിരിക്കും എന്ന് കേന്ദ്ര ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയുള്ള ആ ഒരു അവസ്ഥയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ സ്ഥിതി വളരെ ദുഷ്കരമാകുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്നായാലും കൊട്ടാരക്കര ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് B. ഉദയവർമ്മ ചടങ്ങിൽ അധ്യക്ഷനായി. കേരളത്തിലെ ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി വകുപ്പും ഭാഷാ പരിവർത്തന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 2013 ഡിസംബറിന് തുടങ്ങിയ പരിപാടി വരുന്ന നവംബർ മാസം വരെ തുടരും. ഭാഷാപോഷണത്തിനും ഭരണഭാഷാ മാറ്റത്തിനും ഉതകുന്ന തരത്തിൽ വിവിധ പരിപാടികളാണ് വൈദ്യുതി ഭവനിൽ സംഘടിപ്പിച്ചത്. ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ദക്ഷിണമേഖല ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ T. ജലജ നിലത്തെഴുത്ത് ആശാന്മാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരായ ഷാജി പീറ്റർ കല്ലട, R. സന്തോഷ് കുമാർ, G. സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലികരണ്ട ചാക്കിലെ അരി കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടമൺ ഗവൺമെന്റ് LPSൽ രക്ഷിതാക്കൾ ബഹളം വെച്ചു. അരിച്ചാക്കിലും പരിസരത്തും എലിയുടെ വിസർജ്യവും കണ്ടെത്തി. AEOയെ വിളിച്ചുവരുത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി. അധ്യാപകർക്കെതിരെ രക്ഷിതാക്കൾ ഉന്നയിച്ചത് നിരവധി ആരോപണങ്ങൾ. ജില്ലയിലെ കാവുകളുടെ സംരക്ഷണത്തിന് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിലെ കുളം ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ചിതറയിൽ ക്വാറി മാഫിയക്കെതിരെ പ്രതിഷേധമുയർത്തിയ പരിസ്ഥിതി പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് അപ്പൂപ്പൻപാറ സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രകടനം നടത്തി. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.